ഒരു ചെമ്മീൻ റെസിപ്പി ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ബേസിൽ ജോസഫും അദ്ദേഹത്തിൻ്റെ ഷെഫും കൂടി വൈറലാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ചെമ്മീൻ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് 1/2 കിലോ വലിയ ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി വലിയ ചെമ്മീൻ കിട്ടിയില്ലെങ്കിൽ ചെറിയ ചെമ്മീൻ വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. സ്വാദൊക്കെ സെയിം ആയിരിക്കും. ആദ്യം ചെമ്മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ കറുത്ത ഒരു നീളത്തിൽ നൂല് മാതിരിയുള്ളൊരു സാധനം ഉണ്ടാകും, അതുകൂടി എടുത്ത് കളയണം കേട്ടോ. അത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വയറുവേദന വരാനുള്ള സാധ്യത ഉണ്ടാകും. ഇനി ഇതും നന്നായിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കാം. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കുടം വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക്, അങ്ങനെ ചതയ്ക്കാതെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അങ്ങനെയല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്, ഒന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പകുതി അരച്ചെടുത്തപ്പോഴാണ് കേട്ടോ ഓർത്തത് ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് പുരട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതൊരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ മസാല നന്നായിട്ട് ചെമ്മീനിൽ പിടിക്കുന്നതാണ്. തീരെ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, പച്ചമുളക് അവസാനം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് 2 വശവും ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് എല്ലാതും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ചെമ്മീൻ നിർവ്വാണം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നഷ്ടമാണ് കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെമ്മീൻ ബിരിയാണിയും ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ കറിയൊക്കെയാണ് വെച്ചിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഉണ്ടാക്കിയപ്പോൾ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മറുഭാഗവും ഇതേമാതിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എൻ്റേത് ഒന്ന് മുരിഞ്ഞ മാതിരിയുണ്ട്, ഇത്രയും മുരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പുരണ്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിലാണ് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. ഞാനിവിടെ ഒരു അരമുറിയുടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഗ്രേവി കിട്ടുന്നത് ഒരു ക്രീമി ടെക്സ്ചറിലാണ്. ഈ ടൈമിൽ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഗ്രേവി വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടി കുറുക്കിയിട്ടാണ് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും അവസാനം ഇതിലേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് പാത്രത്തിലേക്ക് ചൂടോടുകൂടി വിളമ്പാവുന്നതാണ്.
ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.